കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പഴയ മന കാണാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു. മന എന്നാൽ പഴയ രാജാക്കന്മാരുടെ മനയല്ല, ഒരു നായർ കുടുംബം താമസിച്ചിരുന്ന ഒരു നാലുകെട്ട് വീടാണ്. ഒരു വലിയ വീട്. ഇന്നത് തകർന്നു കിടക്കുന്ന നിലയിലാണുള്ളത്. സ്വത്ത് തർക്കവും അതിർത്തി തർക്കത്തെയും ചൊല്ലി അതങ്ങനെ കിടക്കുന്നു. എന്നാൽ മറ്റൊരു കാരണം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ആ വീട്ടിൽ പണ്ട് മരിച്ച ഒരു കാരണവരുടെ ആത്മാവ് അവിടെ ഇപ്പോഴുമുണ്ട്. അതിൻ്റെ ശല്യം കൊണ്ട് തന്നെ ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തതെന്നും ഒരു കഥയുണ്ട്. വർഷങ്ങളായി അതിൻ്റെ ആൾക്കാർ അങ്ങോട്ട് വരാറില്ല. എല്ലാവരും വിദേശത്താണെന്ന് പറയുന്നു. ആ വീട് ഇന്ന് കാടും മേടും നിറഞ്ഞ ഒരു പ്രേതനിലയം പോലെ അതവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ വലിയ വീടിൻ്റെ ഭാഗത്തെത്തി. അതിൻ്റെ തെക്കേ വശത്ത് ഒരു വലിയ ആൽമരമുണ്ട്. അവിടെ ഒരു കലുങ്കുമുണ്ട്. ഞങ്ങൾ അവിടെ പോയിരുന്നു. അങ്ങനെ ഇരിക്കെ സതീഷ് പറഞ്ഞു, ആ പറമ്പിൽ നല്ല മാമ്പഴം കിട്ടും, നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് പറിച്ചിട്ട് വന്നാലോ എന്ന്. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ വലിയ വീടിൻ്റെ പറമ്പിലേക്ക് കയറി. വലിയ ഒരു മാവായിരുന്നു അത്. ഞാൻ അതിൽ വലിഞ്ഞു കയറി. ശേഷം ആ കൊമ്പ് പിടിച്ചു കുലുക്കി. കുറച്ച് മാമ്പഴം താഴേക്ക് വീണു. സതീഷ് പറഞ്ഞു, ഇത് മതിയെന്ന്. ഞാൻ താഴേക്ക് ഇറങ്ങാൻ നേരം ആ വീടിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ ഒരു കിണറുണ്ട്. ഒരു അപ്പൂപ്പൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. അയാൾ മാവിലേക്കും എന്നെയും നെറ്റിയിൽ കൈപ്പത്തി വെച്ച് ശരിക്കും വീക്ഷിക്കുന്നുണ്ട്. ഞാൻ സതീഷിനോട് പറഞ്ഞു, എടാ, ഒരു കിളവൻ നമ്മളെ നോക്കുന്നുണ്ട്. അത് കേട്ടതും അവൻ എന്നാൽ വേഗം ചാടിക്കൂ എന്ന് പറഞ്ഞു. അവൻ ഒറ്റയോട്ടം. ഞാനും വേഗം ചാടി ഇറങ്ങി ഓടി. ഞങ്ങൾ ആ പാടം കഴിയും വരെ ഓടി. ഓടിയെത്തിയത് കാളിമുത്തിയുടെ മുന്നിലും. ആടുകളെ മേയാൻ കൊണ്ടുവരുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മുത്തശ്ശിയാണ് കാളി. ഞങ്ങളെ കണ്ടതും, നീയൊക്കെ ഏതാട പിള്ളേരെ എന്ന് മുത്തി ചോദിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാരുടെ പേര് പറഞ്ഞു. ശേഷം മുത്തി ചോദിച്ചു, ആട്ടെ, നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഓടി വരുന്നത്? അത് പിന്നെ ഞങ്ങൾ വെറുതെ ഓടിയതാ എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം മനസ്സിലായി. കയ്യിലെ മാമ്പഴത്തിലേക്ക് നോക്കി അവർ ഒന്ന് ചിരിച്ചു. അത് തിന്ന് ചോര തോരി ചാവേണ്ട പിള്ളേരെ, അതങ്ങ് കളഞ്ഞേക്ക്. കോന്തുണ്ണി നായരുടെ മുതലൊന്നും അങ്ങനെ ആർക്കും എടുക്കാൻ പറ്റില്ല. അത് കേട്ടതും ഞങ്ങളൊന്ന് പേടിച്ചു. കോന്തുണ്ണി നായരോ? ഞാൻ ചോദിച്ചു. അതെ, ഇവിടെ ആരും ആ പറമ്പിൽ ഒരു മുതലും കൊണ്ടുപോവില്ല. നായരുടെ ആത്മാവും നായരുടെ ചാത്തനും അതിന് സമ്മതിക്കില്ല, മുത്തി പറഞ്ഞു. നിങ്ങളെ അയാൾ കണ്ടു കാണുമല്ലോ, അതാ ഈ ഓട്ടം ഓടിയത് അല്ലേ? മുത്തി ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞു. ആ കിണറിനടുത്ത് ഒരു അപ്പൂപ്പൻ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട് മുത്തി പറഞ്ഞു, പണ്ട് കുടുംബവഴക്കിനെ തുടർന്ന് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ആളാണ് ഇയാൾ. ഇയാളുടെ പ്രേതത്തെ കണ്ടവർ ഒരുപാടുണ്ട്. രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ കഴുത്തു ഞെരിക്കുന്ന രീതിയിലും പലരും ദുസ്വപ്നം കാണാറുണ്ട്. നിങ്ങളൊന്നും ഈ കഥ കേട്ടിട്ടില്ലേ പിള്ളേരെ? മുത്തശ്ശി ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആരും ഇങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ എന്തോ പ്രേതബാധയുണ്ടെന്ന് അറിയാം. എന്നാൽ ഇക്കാലത്ത് ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് കേട്ട് മുത്തി പറഞ്ഞു, ഇക്കാലത്തും ആരും വിശ്വസിക്കില്ല. എന്നാൽ അനുഭവം വരുമ്പോഴാണ് എല്ലാവരും പഠിക്കുക. അത് കേട്ട് ഞാൻ ചോദിച്ചു, മുത്തിക്ക് ഇത്തരത്തിലുള്ള വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ മുത്തി പറഞ്ഞു, ഉണ്ട്. എനിക്കല്ല, എന്നാൽ ഞാനാണ് അതിന് പരിഹാരം കണ്ടത് എന്ന്. അത് കേട്ട ഞങ്ങൾ ചോദിച്ചു, എങ്കിൽ ആ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? അത് കേട്ട മുത്തി ആദ്യമൊന്ന് ചിരിച്ചു. മുന്നിലെ പല്ലില്ലാത്ത മോണ കാണിച്ചിട്ടുള്ള മുത്തിയുടെ ചിരി ഞങ്ങൾക്ക് വല്ലാത്ത കൗതുകമായി. മുത്തി അരയിൽ നിന്നും ഒരു പൊതിയെടുത്തു. മുറുക്കാനാണ്. അടയ്ക്ക ഞങ്ങൾക്ക് നേരെ നീട്ടി. അത് ഇടിച്ചു കൊടുക്കാനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അടുത്തുള്ള ഒരു കല്ലിൽ വെച്ച് അത് ചതച്ചു കൊടുത്തു. ശേഷം മുത്തി ആ മുറുക്കാനെടുത്ത് വായിൽ വെച്ച് ചവച്ചു. എന്നിട്ട് കഥ പറയാൻ തുടങ്ങി. ഒരിക്കൽ കള്ളുചെത്തുകാരനായ വേലു എന്നയാൾ ആരും അറിയാതെ നായരുടെ പറമ്പിൽ ഒരു തെങ്ങിൽ കയറി കുറച്ച് കരിക്ക് വെട്ടാൻ വേണ്ടി. നാടൻ ചാരായം വിൽക്കുന്നിടത്ത് ഈ കരിക്ക് കൊണ്ടു കൊടുത്താൽ വേലുവിന് നല്ല പട്ടച്ചാരായം വാറ്റുകാരൻ തങ്കച്ചൻ കൊടുക്കാറുണ്ട്. അതിനു വേണ്ടിയാണ് വേലു നായരുടെ പറമ്പിലെ തെങ്ങിൽ മോഷ്ടിക്കാൻ കയറിയത്. അങ്ങനെ വേലു കരിക്കെല്ലാം വെട്ടി ശേഷം തങ്കച്ചൻ്റെ അവിടെ പോയി ഉള്ള ചാരായം കുടിച്ച് വീട്ടിൽ വന്ന് കിടന്നു. അന്ന് രാത്രി ഉറക്കെ ഒരു അലർച്ച കേട്ട് വേലുവിൻ്റെ വീട്ടുകാരെല്ലാം ഉണർന്നു. അപ്പോൾ വേലു കഴുത്തിൽ ഇറുക്കി പിടിച്ച് കണ്ണൊക്കെ പുറത്തേക്ക് തള്ളിക്കിടക്കുന്നു. ഒരു കണക്കിന് എല്ലാവരും അവനെക്കൊണ്ട് കൈ പിടിയിപ്പിച്ചു.
എന്താ പറ്റിയേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു വശത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട്, അതാ നായരുടെ പ്രേതം എൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അന്ന് രാത്രി അവർ അവനെ കൂട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. അവന് ചരട് ജപിച്ചു കെട്ടി ശേഷം നായരുടെ ആത്മാവിന് വേണ്ടത് ചെയ്ത് മാപ്പ് പറയിപ്പിച്ച ശേഷം പിന്നെ വേലുവിന് എല്ലാം ശരിയായി. മുത്തിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളും പേടിച്ചു. ഞങ്ങളെ അയാൾ വല്ലതും ചെയ്യൂ. അപ്പോൾ മുത്തി പറഞ്ഞു, കയ്യിലുള്ളത് മാങ്ങയല്ലേ, അത് അവിടെ കൊണ്ട് ആ പറമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അവിടെ ഒരു ചാത്തൻ്റെ തറയുണ്ട്, അവിടെ പോയി മാപ്പ് പറഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന്. മുത്തി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ മുത്തി പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു. ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾക്ക് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് എന്നാണ് ശിവദാസൻ എന്നയാൾ പറഞ്ഞത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ.